ഇതേ സമയത്ത് തന്നെ മറ്റൊരിടത്ത് ഇതുപോലെ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകൻതൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെ മകൻതൊഴാനായി നട തുറക്കും. ക്ഷേത്രോത്സവത്തിന്റെ 7ാം നാളിലെ മകൻതൊഴൽ ദർശനത്തിനായി ഭക്തലക്ഷങ്ങളാണ് അവിടേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ചോറ്റാനിക്കരയിലെ മകൻതൊഴിൽ നടക്കുക. അതിന് മുന്നോടിയായി ഇപ്പോൾ ക്ഷേത്രത്തിലെ വഴിപാട് ചടങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭക്തർക്കുള്ള ദർശനം ഇപ്പോൾ നടക്കുന്നില്ല. 2 മണിക്ക് ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ജീവനക്കാരും അതോടൊപ്പം തന്നെ പോലീസും അടക്കമുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. നിലവിൽ ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. 1 മണിക്ക് ക്ഷേത്രമടക്കും. അതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. നിലവിലിപ്പോൾ ഡിവൈഎസ്പി ചേരുന്നു. സാറേ, ഈ ക്രമീകരണങ്ങളൊക്കെ എന്തോരായി? അതായത് ഈ മകൻതൊഴലുമായി ബന്ധപ്പെട്ട പോലീസ് ക്രമീകരണങ്ങൾ ഏകദേശം എല്ലാം പൂർണ്ണമാണ്. ഏകദേശം 560ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീഭൂതബലി കഴിയുമ്പോൾ മുതൽ ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ ആൾക്കാരെയും ഇതിനകത്തേക്കുള്ള പ്രവേശനം മുഴുവൻ ക്യൂവിലൂടെ മാത്രമായിരിക്കും. ഇതിനുള്ളിലുള്ള ആൾക്കാരെ മുഴുവൻ പുറത്തിറക്കും. ഗതാഗത സൗകര്യ ക്രമീകരണങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ആളെ നിർത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കൃത്യമായ പോലീസുകളെ നിയോഗിച്ചിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനുള്ളിലുള്ള ക്രമീകരണങ്ങൾക്ക് ദേവസ്വം ബോർഡ് സ്വന്തമായി വേറെ കുറേ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ് എന്നാണ് ഡിവൈഎസ്പിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഏകദേശം ഇവിടെ മക ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിയും. കൃത്യം 2 മണിയോടുകൂടി തന്നെ മകൻതൊഴിൽ ദർശനവും ആരംഭിക്കും.